ഹലോ, ഇന്ന് നമ്മളിനി റീഡ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 2 ആണ് കേട്ടോ. മൊഡ്യൂൾ 2ലെ ആദ്യത്തെ പാട്ട്. അപ്പോൾ അതിൽ ടെക്സ്റ്റിൽ പറയുന്നത് 6.7 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്രിസ്റ്റൽ ഡയോഡ് റെക്ടിഫയേഴ്സ് നമുക്ക് നോക്കാം. ഫോർ റീസൺസ് അസോസിയേറ്റഡ് വിത്ത് എക്കണോമിക്സ് ഓഫ് ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ദ ഇലക്ട്രിക് പവർ അവൈലബിൾ ഈസ് യൂഷ്വലി ആൻ എ സി സപ്ലൈ. നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന ഇലക്ട്രിക് പവർ ഏതാണ്? അത് എ സി ആണ്. ഓക്കെ, സോ എ സി സപ്ലൈൻ്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഉണ്ടാവുക? ദ സപ്ലൈ വോൾട്ടേജ് വാരി സിനുസോയിഡലി ആൻഡ് ഹാസ് എ ഫ്രീക്വൻസി ഓഫ് 50 ഹെഡ്സ്. 50 ഹെഡ്സ് ഫ്രീക്വൻസി ഉള്ള സിനുസോയിഡലി വാരി ചെയ്യുന്ന, അതായത് എ സി സിഗ്നൽ. നിങ്ങൾക്കറിയാലോ, ആ ഒരു ഫിഗർ ഇപ്പോൾ നിങ്ങളെ മനസ്സിലുണ്ടാവും. അപ്പോൾ ദ സപ്ലൈ വോൾട്ടേജ് വാരി സിനുസോയിഡലി ആൻഡ് ഹാസ് എ ഫ്രീക്വൻസി ഓഫ് 50 ഹെഡ്സ്. അതിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? 50 ഹെഡ്സ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ലൈറ്റിംഗ്, ഹീറ്റിംഗ് ആൻഡ് ഇലക്ട്രിക് മോട്ടോഴ്സ്. നമ്മുടെ വീടുകളിലൊക്കെയുള്ള ലൈറ്റിനും ഹീറ്റ് ചെയ്യാൻ അയൺ ബോക്സിനും പിന്നെന്താ ഇലക്ട്രിക് മോട്ടറുകൾക്കും ഫാനുകൾക്കും ഉപയോഗിക്കുന്ന എന്താണ്? ഈ ഒരു എ സി കറൻ്റാണ്. ബട്ട് ദർ ആർ മെനി ആപ്ലിക്കേഷൻസ് വേർ ഡി സി സപ്ലൈ ഈസ് നീഡഡ്. പക്ഷേ അവിടെ എന്തുണ്ട്? ഒരുപാട് ആപ്ലിക്കേഷൻ നമ്മുടെ വീടുകളിലും നമ്മൾ ഉപയോഗിക്കുന്ന ലാബുകളിലൊക്കെ ഉണ്ട്. അവിടേക്ക് എന്ത് വേണം? ഡി സി സപ്ലൈ നിർബന്ധമാണ്. When such a DC supply is required, the main AC supply is rectified by using crystal diodes. സോ നമുക്കങ്ങനെ ഡി സി കറണ്ട്, നമുക്ക് വീട്ടിൽ കിട്ടുന്ന കറണ്ട് ഏതാണ്? എ സി ആണ്. പക്ഷേ നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനത്തെ കുറേ ഡിവൈസുകൾ, അപ്പോൾ മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്താണ്? ഡി സി സപ്ലൈ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ എ സിയെ ഡി സി ആക്കി മാറ്റണം. എ സിയെ ഡി സി ആക്കി എങ്ങനെ മാറ്റുക? റെക്ടിഫയർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. സോ ദ ഫോളോയിങ് 2 റെക്ടിഫയർ സർക്യൂട്ട് ക്യാൻ ബി യൂസ്ഡ്. ഏതൊക്കെയാണ്? ഹാഫ് വേവ് റെക്ടിഫയർ ആൻഡ് ഫുൾ വേവ് റെക്ടിഫയർ. നോക്കാം നമുക്ക് ഹാഫ് വേവ് റെക്ടിഫയർ എന്താണെന്നുള്ളത്. ഇൻ എ ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ ദ റെക്ടിഫയർ കണ്ടക്ട്സ് കറണ്ട് ഓൺലി ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ഇൻപുട്ട് എ സി സപ്ലൈ. സോ ഒരു ഇൻപുട്ട് എ സി സപ്ലൈ, നിങ്ങൾ ആ ഫിഗർ 6.20 നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ് ഫിഗറിൽ വി ഇൻ എഗെയിൻസ്റ്റ് ടി എന്നുള്ള ഗ്രാഫില്ലേ, അതിൽ എ സി സിഗ്നൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. അവിടെ എ സി ഉണ്ട്, ആ എ സിയിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്. So in half wave rectification, the rectifier conducts current only during the positive half cycle of input AC supply. സോ ഈ ഒരു ഇൻപുട്ട് എ സി സപ്ലൈയുടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ റെക്ടിഫയർ കണ്ടക്റ്റ് ചെയ്യുള്ളൂ. ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് എ സി സപ്ലൈ ആർ സപ്രസ്ഡ്. നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെ അത് എന്ത് ചെയ്യും? സപ്രസ് ചെയ്യും ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ്. അതായത് ഈ എ സി സൈക്കിളിൻ്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെ എന്ത് ചെയ്യും? സപ്രസ് ചെയ്യാറിന് അതിനെ ഒഴിവാക്കും, അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കും. സോ നോ കറൻറ്റ് ഈസ് കണ്ടക്റ്റഡ് ആൻഡ് ഹെൻസ് നോ വോൾട്ടേജ് അപ്പിയർ അക്രോസ് ദി ലോഡ്. സോ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ത് ചെയ്യും? ഡയോഡ് ആ പോസിറ്റീവ് പാർട്ടിനെ കണ്ടക്ട് ചെയ്യും. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ആ ഭാഗത്ത് എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. പ്രാക്ടിക്കലി ഒന്നും ഉണ്ടാവില്ല. ഈ ലോഡിന് അക്രോസ്, ഈ ആറിൽ നിന്നുള്ള ലോഡിന് അക്രോസ് വോൾട്ടേജും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ദെർഫോർ കറൻറ്റ് ആൾവേസ് ഫ്ലോസ് ഇൻ വൺ ഡയറക്ഷൻ ത്രൂ ദി ലോഡ് ദോ ആഫ്റ്റർ എവറി ഹാഫ് സൈക്കിൾ. സോ എന്ത് ചെയ്യും? അതുകൊണ്ട് തന്നെ കറണ്ട് ഓൾവേസ് ഫ്ലോസ് ഇൻ വൺ ഡയറക്ഷൻ. കറണ്ട് എന്ത് ചെയ്യുള്ളൂ? ഒരൊറ്റ ഡയറക്ഷനിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഫ്ലോ ചെയ്യുള്ളൂ. എന്തിലൂടെ? ലോഡിലൂടെ. ദോ ആഫ്റ്റർ എവറി ഹാഫ് സൈക്കിൾ, ഓരോ ഹാഫ് സൈക്കിളിന് ശേഷം. കാരണം നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ത് ചെയ്യില്ല? കണ്ടക്റ്റ് ചെയ്യില്ല. നമുക്ക് സർക്യൂട്ട് ഡീറ്റെയിൽസ് നോക്കാം. സോ ഫിഗർ 6.20 ഷോസ് ദി സർക്യൂട്ട് വേർ എ സിംഗിൾ ക്രിസ്റ്റൽ ഡയോഡ് ആക്ട് ആസ് എ ഹാഫ് വേവ് റെക്ടിഫയർ. ഒരു സിംഗിൾ ക്രിസ്റ്റൽ ഡയോഡ് എങ്ങനെയാണ് ഹാഫ് വേവ് റെക്ടിഫയർ ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് കാണിക്കുന്ന ഒരു ഫിഗറാണ് 6.20. ദ എ സി സപ്ലൈ ടു ബി റെക്ടിഫൈഡ് ഈസ് അപ്ലൈഡ് ഇൻ സീരീസ് വിത്ത് ദ ഡയോഡ് ആൻഡ് ലോഡ് റെസിസ്റ്റൻസ് RL. നമ്മൾ ഈ ട്രാൻസ്ഫോർമറിനെ, അതായത് നമുക്കൊരു എ സി സപ്ലൈ കാണാൻ പറ്റും. പിന്നെ റെഡ് കളറിൽ കാണിച്ചിട്ടുള്ള എന്താണ്? അതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കറണ്ട് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ ഉപയോഗിച്ച് അതിൻ്റെ വോൾട്ടേജ് കുറയ്ക്കും. എന്നിട്ട് ആ എ സി സിഗ്നലിനെ നമ്മൾ ഡയോഡിലൂടെ എന്ത് ചെയ്യും? ആറിൽ നിന്നുള്ള ലോഡ് റെസിസ്റ്റൻസിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കണക്ട് ചെയ്തിട്ടുണ്ട്. ജനറലി എ സി സപ്ലൈ ഈസ് ഗിവൺ ത്രൂ എ ട്രാൻസ്ഫോമർ. ഓക്കെ, ദ യൂസ് ഓഫ് ട്രാൻസ്ഫോമർ പെർമിറ്റ് 2 അഡ്വാൻറ്റേജ്. നമുക്കിവിടെ ഈ ഒരു ട്രാൻസ്ഫോമർ, ഈ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്ന 2 അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്നെന്താണ്? ഫസ്റ്റ്ലി ഇറ്റ് അലോസ് അസ് ടു സ്റ്റെപ്പ് അപ്പ് ഓർ സ്റ്റെപ്പ് ഡൗൺ ദ എ സി ഇൻപുട്ട് വോൾട്ടേജ് ആസ് ദി സിറ്റുവേഷൻ ഡിമാൻഡ്സ്. സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇൻപുട്ട് സിഗ്നലിനെ നമുക്ക് സ്റ്റെപ്പ് അപ്പും ചെയ്യാം, എന്ത് ചെയ്യാം? സ്റ്റെപ്പ് ഡൗൺ ചെയ്യാം. അപ്പോൾ ലാബിലൊക്കെ നമ്മൾ ചെയ്യുന്നത് സ്റ്റെപ്പ് ഡൗൺ ആണ് കേട്ടോ. 230 വോൾട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 6 വോൾട്ടാക്കി മാറ്റുന്നു. സെക്കൻഡ്ലി ദ ട്രാൻസ്ഫോമർ ഐസൊലേറ്റ് ദ റെക്ടിഫയർ സർക്യൂട്ട് ഫ്രം പവർ ലൈൻ ആൻഡ് ദസ് റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഇലക്ട്രിക് ഷോക്ക്. ഈ ട്രാൻസ്ഫോമർ എന്ത് ചെയ്യുന്നു? ഐസൊലേറ്റ് ചെയ്യാൻ എന്താ? തടയുന്നു.
ദ റെക്ടിഫയർ സർക്യൂട്ടിനെ എവിടുന്ന് ഫ്രം ദി പവർ ലൈൻ. കാരണം 230 വോൾട്ടിൽ നിന്ന് വരുന്ന ആ ലൈനിൽ നിന്ന് വരുന്ന പിന്നെ വോൾട്ടേജിനെ എന്ത് ചെയ്യുന്നു, ഈ ഒരു ട്രാൻസ്ഫോമർ എന്ത് ചെയ്യുന്നു, അത് ബ്ലോക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് സേഫ്റ്റി തരുന്നു എന്നാണ് പറയുന്നത്. ഇനി എന്താണ് ഇതിൻ്റെ ഓപ്പറേഷൻ? ദ എ സി വോൾട്ടേജ് അക്രോസ് സെക്കൻഡറി വൈൻഡിങ് എ ബി ചേഞ്ചസ് പൊളാരിറ്റീസ് ആഫ്റ്റർ എവറി ഹാഫ് സൈക്കിൾ. നിങ്ങൾക്ക് ട്രാൻസ്ഫോമറിൽ കാണാൻ പറ്റും എ ബി എന്നുള്ള ഭാഗം. അപ്പോൾ ഈ സെക്കൻഡറി വൈൻഡിങ്ങിന് അക്രോസ് ഉള്ള പൊളാരിറ്റി എന്ത് ചെയ്യും, ഓരോ ഹാഫ് സൈക്കിളും എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ഇൻപുട്ട് എ സി വോൾട്ടേജ്. സോ ഈ ഇൻപുട്ട് എ സി വോൾട്ടേജിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എൻഡ് എ ബിക്കംസ് പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എൻഡ് ബി. എൻഡ് എ എന്ത് വരും, പോസിറ്റീവ് വരും വിത്ത് റെസ്പെക്ട് ടു ബി. ഓക്കെ, എ എന്നുള്ള ഭാഗം പോസിറ്റീവായി. ദിസ് മേക്സ് ദ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആൻഡ് ഹെൻസ് ഇറ്റ് കണ്ടക്ട്സ് ദി കറൻറ്റ്. അപ്പോൾ ഡയോഡിൻ്റെ നോക്ക് നിങ്ങൾ, എ എന്നുള്ള ഭാഗം പോസിറ്റീവ് വരുമ്പോൾ ഡയോഡിൻ്റെ അത് എങ്ങോട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, ഡയോഡിൻ്റെ ആരോ മാർക്കിൽ കാണുന്നതാണ് പോസിറ്റീവും, ആ ലൈൻ എന്താണ് നെഗറ്റീവാണ്. അപ്പോൾ പോസിറ്റീവാണ്, എ പോസിറ്റീവും ആരോ മാർക്കിലേക്കല്ലേ, അപ്പോൾ രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് എന്തായിട്ട് മാറി, ഫോർവേഡ് ബയാസിൽ ആയി. ഡ്യൂറിങ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എൻഡ് എ ബിക്കം എന്താണ്, നെഗറ്റീവ്. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പം എൻഡ് എ എന്താകും, നെഗറ്റീവ് ആകും വിത്ത് റെസ്പെക്ട് ടു എൻഡ് ബി. ഓക്കെ, അവിടെ എ നെഗറ്റീവും ബി എന്ത് ചെയ്യും, പോസിറ്റീവ് ആകും നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ. സോ അണ്ടർ ദിസ് കണ്ടീഷൻ ദ ഡയോഡ് ഈസ് റിവേഴ്സ് ബയാസ്ഡ് ആൻഡ് ഇറ്റ് കണ്ടക്ട്സ് നോ കറൻറ്റ്. അപ്പോൾ എന്ത് ചെയ്യില്ല, ഡയോഡ് റിവേഴ്സ് ബയാസ് ആകും. ഡയോഡ് റിവേഴ്സ് ബയാസ് ആകാൻ കാരണം എന്താണ്, എ എന്നുള്ള ഭാഗം നെഗറ്റീവ് വരുമ്പോൾ ഡയോഡിൻ്റെ നെഗറ്റീവ് എങ്ങോട്ടാണ് പോണത്, ഡയോഡിൻ്റെ പോസിറ്റീവിലേക്കാണ്. അപ്പോൾ അത് റിവേഴ്സ് ബയാസായി. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യില്ല, അതിലൂടെ കറൻറ്റ് കണ്ടക്റ്റ് ചെയ്യൂല. ഓക്കെ, ദെർഫോർ കറൻറ്റ് ഫ്ലോസ് ത്രൂ ദ ഡയോഡ് ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ് ഓഫ് ഇൻപുട്ട് എ സി വോൾട്ടേജ് ത്രൂ ലോഡ് ആർ എൽ ഓൾവേസ് ഇൻ ദി സെയിം ഡയറക്ഷൻ. Therefore the current flows through the diode during positive half cycle of input AC voltage only. ഈ ഇൻപുട്ട് എ സി വോൾട്ടേജിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഡയോഡ് കണ്ടക്റ്റ് ചെയ്യുള്ളൂ. ഇറ്റ് ഈസ് ബ്ലോക്ക് ഡ്യൂറിങ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ത് ചെയ്യും, അത് ബ്ലോക്കായി പോകും. നിങ്ങൾക്ക് ആ ഫിഗറിൽ കാണാൻ പറ്റും. 6.20 കറൻറ്റ് അഗെയിൻസ്റ്റ് ടൈമും വോൾട്ടേജ് അഗെയിൻസ്റ്റ് ടൈമും നിങ്ങൾക്ക് കാണാൻ പറ്റും. രണ്ടിലും നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ ഭാഗമില്ലല്ലോ, ഓൺലി പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഇൻ ദിസ് വേ കറൻറ്റ് ഫ്ലോസ് ത്രൂ ദ ലോഡ് ആർ എൽ ഓൾവേസ് ഇൻ ദി സെയിം ഡയറക്ഷൻ. സോ ഈ ഡയോഡിൽ എന്ത് ചെയ്യും, കറണ്ട് എല്ലായ്പ്പോഴും ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ മൂവ് ചെയ്യും. ഹെൻസ് ഡി സി ഔട്ട്പുട്ട് ഈസ് ഒബ്റ്റെയിൻഡ് അക്രോസ് ആർ എൽ. നമുക്ക് എന്ത് ചെയ്യും, ആർ എൽ അക്രോസ് നമുക്ക് ഡി സി ഔട്ട്പുട്ട് കിട്ടും. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ഔട്ട്പുട്ട് അക്രോസ് ദി ലോഡ് ഈസ് എ പൾസേറ്റിംഗ് ഡി സി. സോ ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്, ഒരു പൾസേറ്റിംഗ് ഡി സി ആണ്. പൾസേറ്റിംഗ് ഡി സി പറഞ്ഞാൽ എന്താ, ഇവിടെ എന്തുണ്ട്, എ സിയുടെയും ഡി സിയുടെയും പ്രസൻസ് ഉണ്ട്. ദീസ് പൾസേഷൻ ഇൻ ദ ഔട്ട്പുട്ട് ആർ ഫർദർ സ്മൂത്തൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫിൽറ്റർ സർക്യൂട്ട്. ഈ പൾസേഷനെ നമുക്ക് എന്ത് ചെയ്യാം, ഫിൽറ്റർ സർക്യൂട്ട് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. എന്തൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്? ദ മെയിൻ ഡിസഡ്വാൻറ്റേജ് ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയർ ആർ ദ പൾസേറ്റിംഗ് കറന്റ് ഇൻ ദ ലോഡ് കണ്ടെയ്ൻസ് ഓൾട്ടർനേറ്റിംഗ് കമ്പോണൻസ് ഹൂസ് ബേസിക് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ദി സപ്ലൈ ഫ്രീക്വൻസി. Therefore an elaborate filtering is required to produce steady direct current. നമുക്കറിയാം, പിന്നെ സപ്ലൈ ഫ്രീക്വൻസിൻ്റെ അതേ ഫ്രീക്വൻസിയിലുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് എന്തിൽ കിട്ടുന്നത്, ഈ പൾസേറ്റിംഗ് ഡി സി ആയിട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. സോ പ്രോപ്പറായിട്ടുള്ള എന്ത് വേണം, ഡി സി കിട്ടണമെങ്കിൽ അവിടെ ഫിൽറ്ററിങ് സർക്യൂട്ട് വേണം. ദ എ സി സപ്ലൈ ഡെലിവേഴ്സ് പവർ ഓൺലി ഹാഫ് ഓഫ് ദി ടൈം, ദെർഫോർ ദ ഔട്ട്പുട്ട് ഈസ് ലോ. അല്ലേ, നമുക്ക് പകുതി മാത്രമേ, ഹാഫ് മാത്രമേ നമുക്ക് നീ കിട്ടുന്നുള്ളൂ, പിന്നെ ഔട്ട്പുട്ടിൽ കിട്ടുന്നുള്ളൂ. അപ്പോൾ എന്താണ്, ഔട്ട്പുട്ട് പൊതുവേ എന്താണ്, കുറവാണ്. ഇനി ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയർ. ദി ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയർ ഈസ് ഈക്വൽ ടു ദ ഇൻപുട്ട് ഫ്രീക്വൻസി. ഈ റെക്ടിഫയറിൻ്റെ ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസിയും ഇൻപുട്ട് ഫ്രീക്വൻസിയും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. രണ്ടും 50 ഹെർട്സ് തന്നെ ആയിരിക്കും. റീകോൾ ഹൗ എ കംപ്ലീറ്റ് സൈക്കിൾ ഈസ് ഡിഫൈൻ. അങ്ങനെ പറയുക, എന്താണ് കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ വേവ് ഫോം ഹാസ് എ കംപ്ലീറ്റ് സൈക്കിൾ വെൻ ഇറ്റ് റിപ്പീറ്റ്സ് ദ സെയിം വേവ് പാറ്റേൺ ഓവർ എ ഗിവൺ ടൈം. ഒരു നിശ്ചിത സമയത്ത് ആ വേവ് ഫോം എന്താണ്, അതിൻ്റെ കംപ്ലീറ്റ് സൈക്കിൾ എന്ത് ചെയ്യും, പിന്നെ അത് റിപ്പീറ്റ് ചെയ്യും, സെയിം വേവ് പാറ്റേൺ റിപ്പീറ്റ് ചെയ്യും. ദസ് ഇൻ ഫിഗർ 6.21 ഒന്നാമത്തെ ഫിഗറിൽ കാണാൻ പറ്റും. മുകളിലെ ഫിഗറിൽ ദ എ സി ഇൻപുട്ട് വോൾട്ടേജ് റിപ്പീറ്റ്സ് ദി സെയിം വേവ് പാറ്റേൺ 0, 360, 360 to 720 അങ്ങനെയല്ലേ. 0 മുതൽ 360 വരെയാണ് എന്ത്, ഒരു കംപ്ലീറ്റ് വേവ് എന്ന് പറയുന്നത്.
അത് പിന്നീട് എന്ത് ചെയ്യും 360 to 720 എന്ത് ചെയ്യും റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ അതുപോലെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പോകും. സോ ഇൻ 6.212 ദ ഔട്ട്പുട്ട് വേവ് ഫോം ഓൾസോ റിപ്പീറ്റ് ദ സെയിം പാറ്റേൺ ഓവർ 0 to 360 ഡിഗ്രി അല്ലേ. ഈ ഡി സിൻ്റെ ഔട്ട്പുട്ട് നോക്ക് 0 to 360 വരെയാണ് എന്ത് ഒരു വേവ് എന്ന് പറയുന്നത്. അടുത്ത വേവ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക 360 സ്റ്റാർട്ട് ചെയ്തിട്ട് 720 അവസാനിക്കും. ദിസ് മീൻസ് ദാറ്റ് വെൻ ദ ഇൻപുട്ട് എ സി കംപ്ലീറ്റ് വൺ സൈക്കിൾ ദ ഔട്ട്പുട്ട് ഹാഫ് റെക്ടിഫൈഡ് വേവ് ഓൾസോ കംപ്ലീറ്റ് വൺ സൈക്കിൾ. സോ ഇൻപുട്ട് എ സി സിഗ്നൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേ എന്ത് ചെയ്യുന്നുള്ളൂ ഔട്ട്പുട്ട് ഡി സിയും ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൂ. ഇൻ അതർ വേർഡ്സ് ദ ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ദ ഇൻപുട്ട് ഫ്രീക്വൻസി. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം ഔട്ട്പുട്ട് ഫ്രീക്വൻസിയും ഇൻപുട്ട് ഫ്രീക്വൻസിയും എന്താണെന്ന് പറയാം ഈക്വൽ ആണെന്ന് പറയാം. ഓക്കെ. സോ എഫ് ഔട്ട് ഈക്വൽ ടു എഫ് ഇൻ. ഫോർ എക്സാമ്പിൾ ഇഫ് ദ ഇൻപുട്ട് ഫ്രീക്വൻസി ഓഫ് സൈൻ വേവ് ഈസ് അപ്ലൈഡ് ടു എ ഹാഫ് റെക്ടിഫയർ ഈസ് 100 Hz. നമ്മളിപ്പം ഇൻപുട്ടായി എടുക്കുന്ന ഇൻപുട്ട് എ സി സിഗ്നലിൻ്റെ ഫ്രീക്വൻസി 100 Hz ആണെങ്കിൽ ദ ഫ്രീക്വൻസി ഓഫ് ദി ഔട്ട്പുട്ട് വേവ് വിൽ ആൾസോ ബി 100 Hz. ഓക്കെ, ക്ലിയർ ആയില്ലേ? സിസ്റ്റം ഫിഗർ തന്നെ നോക്കിയാൽ മതി നിങ്ങൾക്ക്. ആ ഫസ്റ്റ് ഇതിലെ എ സി സിഗ്നലിൻ്റെ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ 0 തുടങ്ങി 90 പോയി 180 പോയി 270 പോയി 360 അവസാനിക്കും. അതുപോലെ ഡി സിൻ്റെയും ഒരു സിഗ്നൽ എവിടെ നിന്നാണ് തുടങ്ങുന്നത് 0 തുടങ്ങി പിന്നെ 180 പിന്നെയും അവിടെ 270 ഇല്ലെങ്കിലും അത് ആ വേവിൻ്റെ ആ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കട്ടായി പോകുക എന്നുള്ളതല്ലേ. അപ്പോൾ അത് 360 അവസാനിക്കുന്നുള്ളൂ. അടുത്ത വേവ് എന്ത് ചെയ്യണം മുകളിലുള്ള എ സിൻ്റെ 360 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുള്ളൂ ഔട്ട്പുട്ടിൽ നിന്നും അതേ 360 നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഫ്രീക്വൻസി രണ്ടും എന്താണെന്ന് പറയുന്നത് സെയിം ആണെന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ എഫിഷ്യൻസി എന്ത് ചെയ്യണം കാൽക്കുലേറ്റ് ചെയ്യണം. സോ ദ റേഷ്യോ ഓഫ് ദി ഡി സി പവർ ഔട്ട്പുട്ട് ടു ദി അപ്ലൈഡ് ഇൻപുട്ട് എ സി പവർ ഈസ് നോൺ ആസ് എ റെക്ടിഫയർ എഫിഷ്യൻസി. ഒരു റെക്ടിഫയറിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഡി സി പവർ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് എ സി പവറാണ്. അതായത് ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ടിലേതാ നമുക്ക് കിട്ടുക ഡി സി അല്ലേ, ഇൻപുട്ടിൽ ആരാണ് എ സി ആണ്. സോ ഡി സി പവർ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് എ സി പവർ. ഇതിനെ നമ്മൾ എന്തെന്ന് പറയുക റെക്ടിഫയർ എഫിഷ്യൻസി എന്ന് പറയാം. അപ്പോൾ എന്താണ് എഫിഷ്യൻസി റെക്ടിഫയർ എഫിഷ്യൻസി ഡി സി പവർ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് എ സി പവർ. നോക്കാം നമുക്ക്. നിങ്ങൾ ആ ഫിഗറിലേക്ക് ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധ ഒന്ന് അങ്ങോട്ട് പോട്ടെ കേട്ടോ. സോ കൺസിഡർ എ ഹാഫ് വേവ് റെക്ടിഫയർ ഷോൺ ഇൻ ഫിഗർ 6.22. നമ്മളൊരു ഹാഫ് റെക്ടിഫയർ എന്ത് ചെയ്യുക കൺസിഡർ ചെയ്യുക. ലെറ്റ് വി ഈക്വൽ ടു എന്താണ് വി ഈക്വൽ ടു വി എം സൈൻ തീറ്റ ബി ദ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ദാറ്റ് അപ്പിയർ അക്രോസ് ദി സെക്കൻഡറി വൈൻഡിങ്. നമ്മൾ ഈ ട്രാൻസ്ഫോർമറിൻ്റെ സെക്കൻഡറിയിൽ വരുന്നത് എന്താണ് എ സി സിഗ്നൽ അല്ലേ. സോ എ സി സിഗ്നൽ ഓൾമോസ്റ്റ് എന്താണ് സിനുസോയിഡൽ സിഗ്നലാണ്. സോ നമുക്ക് ആ വോൾട്ടേജിനെ നമുക്ക് എന്ത് ചെയ്യാം വി ഈക്വൽ ടു വി എം സൈൻ തീറ്റ എന്ന് എഴുതാം. വി എം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താണ് മാക്സിമം വോൾട്ടേജ് ആണ് കേട്ടോ. സൈൻ തീറ്റ പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ഈ സിഗ്നൽ എങ്ങനെ വാരി ചെയ്യുന്നത് 0 to 90 180 ഇൻ ടേംസ് ഓഫ് തീറ്റയിലല്ലേ. നമുക്ക് ആ 6.2 റൈറ്റിലെ ഫിഗറിലേക്ക് കാണാൻ പറ്റും എന്താണ് ആ തീറ്റ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെന്നുള്ളത്. വാട്ടെവർ നമുക്ക് വോൾട്ടേജിന് എന്ത് എഴുതാം വി ഈക്വൽ ടു വി എം സൈൻ തീറ്റ എന്ന് എഴുതാം. ലെറ്റ് ആർ എഫ് ആൻഡ് ആർ എൽ ബി ദ ഡയോഡ് റെസിസ്റ്റൻസ് ആൻഡ് ലോഡ് റെസിസ്റ്റൻസ് റെസ്പെക്റ്റീവ്ലി. ആർ എഫും ആർ എല്ലും എന്താണ് ആർ എഫ് എന്ന് പറയുന്നത് ഡയോഡിൻ്റെ റെസിസ്റ്റൻസ് ആണ്. ആർ എൽ എന്ന് പറയുന്നത് എന്താണ് ലോഡ് റെസിസ്റ്റൻസ് ആണ്. So the diode conducts during the positive half cycle of AC supply while no current conduction take place during the negative half cycles. So diode conduct ചെയ്യുന്നത് during positive half cycles of AC supply. ഹാഫ് വേവ് റെക്ടിഫയറിൽ നിങ്ങൾക്ക് അറിയാം പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ എ സി സിഗ്നലിൽ ഇൻപുട്ട് എ സി സിഗ്നലിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രമേ ഡയോഡ് കണ്ടക്ട് ചെയ്യുള്ളൂ. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ത് ചെയ്യില്ല അവിടെ കറൻറ്റൊന്നും കണ്ടക്റ്റ് ചെയ്യില്ല. ഓക്കെ, ഇനി എന്താണ് ഡി സി പവർ നമുക്ക് കാരണം റെക്ടിഫയർ എഫിഷ്യൻസി പറഞ്ഞാൽ എന്താണ് ഡി സി പവർ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് എ സി പവറാണ്. നോക്കാം നമുക്ക്. ദ ഔട്ട്പുട്ട് കറൻറ്റ് ഈസ് പൾസേറ്റിംഗ് ഡയറക്റ്റ് കറൻറ്റ്. നമുക്കൊരു പെർഫെക്റ്റ് ഡി സി കറൻ്റ് അല്ല, പെർഫെക്റ്റ് ഡയറക്റ്റ് കറൻ്റ് അല്ല നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഒരു പൾസേറ്റിംഗ് ആയിട്ടുള്ള എന്താണ് പൾസേറ്റിംഗ് ഡി സി ആണ്. Therefore, in order to find DC power, average current has to be found out. So, നമ്മൾ ആ പൾസേറ്റിംഗ് കറൻറ്റിൻ്റെ എന്താണ് കാണുക ആവറേജ് കറൻറ്റാണ് നമ്മൾ കാണുക. സോ ഈ ഐ ആവറേജിനെ നമുക്ക് എങ്ങനെ എഴുതാം
ഐ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ഡി സി. ഈ ഡി സി കറണ്ടിനെ നമുക്ക് ഐ ആവറേജ് എന്ന് എഴുതാം. ദാറ്റ്സ് ഈക്വൽ എന്താണ്? 1/2π ഇൻറ്റു 0 to π ഐ ടി തീറ്റ. ഒരു ഇൻ്റഗ്രേഷൻ നിങ്ങൾക്ക് കാണാം അല്ലേ? എന്തുകൊണ്ടാണ് അവിടെ പിന്നെ ഈ 1/2π ഒക്കെ വന്നിട്ടുള്ളത്? 0 to π എന്നുള്ള ലിമിറ്റൊക്കെ വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ്? അത് അതിൻ്റെ ആവറേജ് വാല്യൂ ആണ്. ഈ ആവറേജ് വാല്യൂ കാണുന്നത് എങ്ങനെയാണ്? ഒന്ന്, ഏരിയ അണ്ടർ ദി കർവ് ഓവർ എ സൈക്കിൾ. ഇതിൽ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ടിൽ 0 മുതൽ π വരെയാണ് അല്ലേ? 0, 90, 180. 180 ആണ് π എന്ന് പറയുന്നത്. അപ്പോൾ 0 to π വരെയാണ് എന്തുള്ളത്? ഒരു സൈക്കിൾ എന്ന് പറയുന്നത് അല്ലേ? ആണ്. ഇനിയോ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? അത് 2π ആണ്. മാക്സിമം സിഗ്നൽ ഏതുവരെ പോവുക? 2π വരെയല്ലേ പോവുക അല്ലേ? നമ്മളത് കണ്ടോ? സൈക്കിൾ എന്ന് പറയുന്നത് AC പോലെ തന്നെ 2πയിലാണ് അതും അവസാനിക്കുന്നത്. ഫ്രീക്വൻസി സെയിം ആണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആവറേജ് കാണുമ്പം 0 to π ഐ ഡി തീറ്റ ഡിവൈഡഡ് ബൈ 2π ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക. ഐ ആവറേജ് അല്ലെങ്കിൽ ഐ ഡി സി എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2π ഇൻറ്റു 0 to π ഐ ഡി തീറ്റ. ഇനി ഐക്ക് പകരം നമുക്ക് എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓംസ് ലോ പ്രകാരം എന്താണ്? വി ഈക്വൽ ടു ഐ ആർ അല്ലേ? സോ ഐ ഈക്വൽ ടു എന്ത് വരും? V/R. അപ്പോൾ ഇവിടെ ഐ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും? വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. അതാണ് അതിൻ്റെ വോൾട്ടേജിൻ്റെ ടേംസ് എന്താണ്? വിക്ക് പകരം നമ്മൾ VM സൈൻ തീറ്റ എന്ന് എഴുതും, ഡിവൈഡഡ് ബൈ RF + RL ഇൻറ്റു ഡി തീറ്റ. സോ ഇക്വേഷനിൽ നിങ്ങൾ ഫസ്റ്റ് ഇക്വേഷൻ്റെ ഫസ്റ്റ് ലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ VM അവിടെ കോൺസ്റ്റൻ്റ് ആണ്. RF എന്ന് പറഞ്ഞാൽ ഡയോഡിൻ്റെ റെസിസ്റ്റൻസ് ആണ്. ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. ലോഡ് റെസിസ്റ്റൻസ് ഈസ് കോൺസ്റ്റൻറ്റ്. 2π ഈസ് കോൺസ്റ്റൻറ്റ്. സോ വി ക്യാൻ ജസ്റ്റ് ടേക്ക് ഔട്ട് ഓൾ കോൺസ്റ്റൻറ്റ്. നമുക്ക് എല്ലാ കോൺസ്റ്റൻറ്റ് എന്ത് ചെയ്യാം? പുറത്തെടുക്കാം. സോ VM ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു RF + RL ഇൻറ്റു 0 to π സൈൻ തീറ്റ ഡി തീറ്റ. ഇനി സൈൻ തീറ്റനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ വരിക? സൈൻ തീറ്റയുടെ ഇൻ്റഗ്രേഷൻ മൈനസ് കോസ് തീറ്റയാണ് കേട്ടോ. സോ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് കോസ് തീറ്റ ജസ്റ്റ് അപ്ലൈ ചെയ്യുക ലിമിറ്റ് 0 to π. എന്നിട്ട് ആ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? മൈനസ് കോസ് π മൈനസ് ഓഫ് എന്ത് വരും? കോസ് 0. പിന്നെ എങ്ങനെയാണ് വരിക? മൈനസ് കോസ് π മൈനസ് എന്ത് വരും? കോസ് 0 അല്ലേ? സോ അങ്ങനല്ല, സോറി, അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? നിങ്ങളൊന്ന് എഴുതി നോക്കട്ടോ. എങ്ങനെ വരും? മൈനസ് കോസ് π അല്ലേ? മൈനസ് ഓഫ് എന്ത് വരും? മൈനസ് കോസ് 0 വരും. സോ ഓൾറെഡി അവിടെ ഫസ്റ്റിൽ മൈനസ് ഉണ്ട്. കോസ് π എന്ന് പറഞ്ഞാൽ എത്രയാണ്? -1 ആണ്. അപ്പോൾ -1 ഇൻറ്റു -1 എന്ത് വരും? +1. പിന്നെ ഉള്ളത് മൈനസ് ഓഫ് മൈനസ് കോസ് 0 അല്ലേ? കോസ് 0 എന്താണ്? 1 ആണ്. സോ അവിടെയും എന്ത് വരും? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. അങ്ങനെയാണ് ആ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്? 2 കിട്ടുന്നത്. നിങ്ങൾ സിമ്പിളായിട്ട് എഴുതി നോക്കിയാൽ മതി. നിങ്ങൾക്ക് ആ ലിമിറ്റൊക്കെ ഇൻ്റഗ്രേഷൻ ലിമിറ്റൊക്കെ നിങ്ങൾ +2 പഠിച്ചതല്ലേ? മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കമൻറ്റ് ചോദിച്ചാൽ മതി. സോ VM ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു RF + RL ഇൻറ്റു 2. അതിൽ ഈ 2 2 എന്ത് ചെയ്യും? ക്യാൻസലായി പോകും. സോ നമ്മൾ VM/RF + RLനെ മാറ്റി എഴുതി ഇൻറ്റു 1/π എന്ന് എഴുതി. എന്നിട്ട് ആ VM ഡിവൈഡഡ് ബൈ RF + RLനെ നമ്മൾ എന്ത് ചെയ്തു? IM എന്ന് എഴുതി. അപ്പോൾ നമുക്ക് DC പവർ എന്ത് കിട്ടി? IM ഡിവൈഡഡ് ബൈ π എന്ന് കിട്ടി. ഇനി പവറിൻ്റെ ഇക്വേഷൻ എന്താണ്? P = I²R അല്ലേ? സോ ഇവിടെ DC പവറിൻ്റെ ഇക്വേഷൻ എന്താ വരിക? PDC = I²DC ഇൻറ്റു RL. അപ്പോൾ എന്ത് വരും? IM/π² ഇൻറ്റു RL. ഓക്കെ, ക്ലിയർ ആയോ എങ്ങനെ വന്നിട്ട് എന്നുള്ളത്? സിമ്പിളാണ്. ഓംസ് ലോയും ആ ബേസിക് ഇൻ്റഗ്രേഷൻ കാര്യങ്ങളൊക്കെ ഉള്ളൂ. വായിച്ചെടുക്കാൻ നോക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? ചോദിക്കുക. ചോദിച്ചിട്ട് എന്ത് ചെയ്യുക? പഠിക്കാൻ ശ്രമിക്കുക. ഇനി AC പവർ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ AC പവർ ഇൻപുട്ട് ഈസ് ഗിവൺ ബൈ PAC എന്ന് പറഞ്ഞാൽ എന്താ? I²RMS ഇൻറ്റു RF പ്ലസ് എന്താണ്? RL. ഓക്കെ, സോ ഫോർ എ ഹാഫ് റെക്ടിഫയർ വേവിന് IRMS എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ഹാഫ് റെക്ടിഫൈഡ് ഔട്ട്പുട്ടിൻ്റെ √μ² വാല്യൂ IRMS എന്ന് പറയുന്നത് IM/2 ആണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ പിന്നെ AC പവർ ഇൻപുട്ടിനെ നമ്മൾ RMS വാല്യൂ നമ്മൾ എഴുതുന്നത്. അതുകൊണ്ടാണ് PAC = I²RMS ഇൻറ്റു RF + RL എന്ന് എഴുതുന്നത്. സോ ഒരു ഹാഫ് റെക്ടിഫൈഡ് കേസിൽ IRMS എന്ന് പറയുന്നതാണ് IM/2 ആണ്. സോ ആ PACക്ക് പകരം I²RMSന് പകരം നമ്മൾ എന്ത് ചെയ്തു? IM/2² എന്ന് എഴുതി. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? നമുക്കിപ്പോൾ DC പവറിൻ്റെയും
എ സി പവർ ഇൻപുട്ടിൻ്റെയും എന്ത് കിട്ടി, ഇക്വേഷൻ പവറിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതി. ഇനി ജസ്റ്റ് ഡിവൈഡ് ചെയ്യുക. ഡി സി പവർ ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് എ സി ഇൻപുട്ട് പവർ. സോ ഐ എം ബൈ പൈ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ എൽ ഡിവൈഡഡ് ബൈ ഐ എം ബൈ 2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ എഫ് പ്ലസ് ആർ എൽ. ഓക്കെ, ഡി സി ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ എ സി ഇൻപുട്ട് പവർ. അപ്പോൾ നിങ്ങൾ അതിലെ ഐ എമ്മും എന്ത് ചെയ്യും, ക്യാൻസലായി പോകും. നിങ്ങൾ പൈ സ്ക്വയറിൻ്റെ വാല്യൂ കാണുക 3.14 ദി ഹോൾ സ്ക്വയർ, അതിനെ 2 സ്ക്വയർ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ബാക്കി എന്താ വരിക, ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും, 0.406 കിട്ടും. സോ 0.406 ഇൻറ്റു ആർ എൽ ഡിവൈഡഡ് ബൈ ആർ എഫ് പ്ലസ് ആർ എൽ. നമ്മൾ ഇക്വേഷനിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, ആർ എൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും, ന്യൂമറേറ്ററിൽ ആർ എൽ ക്യാൻസലായി പോകും. ബാക്കി എന്ത് വരും, 1 പ്ലസ് ആർ എഫ് ബൈ ആർ എൽ വരും. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എഫിഷ്യൻസിയുടെ ഇക്വേഷൻ കിട്ടി. ഇതിൽ ആർ എഫിൻ്റെ വാല്യൂ ആർ എല്ലിൻ്റെ വാല്യൂ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആർ എഫ് എന്താണ്, വളരെ ചെറുതാണ്. അപ്പോൾ ന്യൂമറേറ്റർ വളരെ ചെറുതാകുമ്പോൾ നമുക്ക് ആ ടേമിന് എന്ത് ചെയ്യാം, നെഗ്ലക്റ്റ് ചെയ്യാം. സോ അവിടെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, 0.406 ഉണ്ടാവുള്ളൂ. സോ ഈ 0.406നെ 100 മൾട്ടിപ്ലൈ എത്ര കിട്ടും, 40.6% കിട്ടും. അതിൻ്റെ അർത്ഥം എന്താണ്, ഇവിടെ മാക്സിമം റെക്ടിഫയർ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാണ്, 40.6% മാത്രമാണ്. So this shows that in a half-wave rectification a maximum of 40.6% of AC power is converted into DC power. So നമ്മൾ കൊടുത്ത ഇൻപുട്ട് സിഗ്നലിൻ്റെ 40% എന്ത് ചെയ്യുന്നത്, നമുക്ക് ഡി സി ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഹാഫ് വേവ് റെക്ടിഫയറിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. ഇതിലെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, 6.12, 6.13, 6.14, 6.15 എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ പ്രോബ്ലം നിങ്ങൾ ചെയ്ത് നോക്ക്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.